എന്താണ് കടലിലെ മക്കൾക്ക് സംഭവിക്കുന്നത്? ആ ഫോണിൽ അതെടുത്തു. ആദ്യം കടലിലെന്ന് സംഭവിക്കണം നമ്മൾ അറിയണം. പഴയ കടലല്ല നമ്മുടേത്. ആ പഴയ കടലെക്കുറിച്ചുള്ള സങ്കല്പം മാത്രമേ നമുക്കുള്ളൂ. കടപ്പുറത്തിരുന്ന് കടലിനെ കാണുന്ന ആൾക്കാരെ കുറിച്ചുള്ള ആദ്യം പറഞ്ഞത്. അറബിക്കടലിന് വലിയ മാറ്റം വരികയാണ്. 2017 അറബിക്കടൽ വലിയ മാറിപ്പോയടോ. പണ്ടിലെ ഓക്കി വരുന്നത് ആ സമയത്ത് കൊച്ചിയിൽ നിന്നാണ് തൊട്ടപ്പുറത്തുള്ള തുത്തൂർ ഫിഷർമെൻ്റെ വാട്ടുകൾ മുഴുവൻ പോകുന്നത്. അവർ വടക്കേ അതിർത്തി ഒമാനാണ്. ലക്ഷദ്വീപ് കടലിലാണ് പോകുന്നത്. അവർ ഓക്കി വന്നു. അതിൽ 6 കപ്പ് ബോട്ടുകൾ മുങ്ങിപ്പോയി. 69 മനുഷ്യർ ഇനിയും തിരിച്ചു വന്നിട്ടില്ല. അവരെ ബോഡി പോലും മുക്കിയെടുത്തിട്ടില്ല. അതാണ് അവസ്ഥ. ഞാൻ അവശേഷിച്ച് കുറച്ച് ബോഡി കിട്ടി. തലയില്ലാത്ത മനുഷ്യർ ജഡം കിട്ടി. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആ ബോഡി എടുത്ത് തുത്തൂരിലേക്ക് അയച്ച് DNA ടെസ്റ്റ് എടുത്ത ഒരാളാണ് ഇരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ അവസ്ഥ. പ്രധാനമന്ത്രി വന്നു, തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞു അഷൂർ ചെയ്ത് ഒറ്റയാളെപ്പോലും മരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മരിച്ച മനുഷ്യരെ ഇവരെ പൊക്കിയെടുത്തിട്ടില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഓക്കി കഴിഞ്ഞു. പിറ്റേ വർഷം ഏറ്റവും വലിയ മാറ്റം വന്നു. അറബിക്കടലിൽ ശാന്തമല്ല, ബംഗാളിനേക്കാൾ ഘട്ടമല്ലേ. ഓക്കിക്ക് ശേഷം ക്യാറ് വന്നു, ഗജ വന്നു, ഉംഫൻ വന്നു, നിസർഗ വന്നു, ടൗട്ടെ വന്നു. അങ്ങനെ എത്ര കടലാക്രമണം. കടലാക്രമിക്കുന്നില്ല, നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്ന പാടില്ല. കടലിൽ പ്രതികരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കി, ടൗട്ടെ, ഗജ, ക്യാർ, നിസർഗ, ഉംഫൻ. ഓക്കിയിൽ 63 മനുഷ്യർ മുങ്ങിയ ഞാൻ പറഞ്ഞത്. ടൗട്ടെ ഏറ്റവും ഒടുവിൽ വന്നു. ടൗട്ടെ വന്നു. പൊന്നാനിൽ നിന്ന് പോയ ഒരു ബോട്ട് അങ്ങനെ മുങ്ങിപ്പോയി. ആരും കണ്ടിട്ടില്ല ഇതുവരെ. 15 മനുഷ്യരെ കുറിച്ച് വിവരമില്ല. അതാണ് കടലിലെ അവസ്ഥ. കടൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. ഇത് 3 തരത്തെ നമ്മളെ ബാധിക്കും. ഒന്നിൽ പറഞ്ഞ മനുഷ്യരുടെ നാശം, കടലിൽ മീൻ പിടിക്കുന്നവരാ. 2 കരയിൽ നിൽക്കുന്ന മനുഷ്യർ, കടലിൽ കയറി വരികയുള്ളൂ. അതാണ് ഇപ്പോൾ ചെല്ലാനത്തെ കാര്യം. അവിടെ വലിയ ഹ്യൂജ് സ്ട്രക്ചേഴ്സ് കൊണ്ടുവരികയാണ്. പെർമനന്റ് സ്ട്രക്ചേഴ്സ് കൊണ്ടുവന്നിട്ട് പിടിച്ച് മരിക്കാൻ ശ്രമിക്കുകയാണ്. ഹാർഡ് സ്ട്രക്ചേഴ്സാണ് പരിഹാരം കേരളത്തിന്. ഹാർഡ് വേണ്ടിടത്തിൽ ഹാർഡ് തന്നെ വേണ്ടി വരും. ചിലർക്ക് സോഫ്റ്റ് വേണ്ടി വരും. ചിലർക്ക് മിക്സഡ് ആയിട്ട് സംവിധാനം വേണ്ടി വരും. ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. എവിടെ കടലിൽ കയറി വരുന്നത് അവിടെ ഹാർഡ് സ്ട്രക്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ 590 കിലോമീറ്ററിൽ 360 കിലോമീറ്ററിൽ നമ്മൾ ഹാർഡ് സ്ട്രക്ചേഴ്സ് വെച്ചാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അതൊന്ന്. ഈ കല്ലിടുമ്പോൾ ഇവിടുന്ന് മറ്റേ പശ്ചിമഘട്ടം ഇടിച്ചിട്ടാണ് അവിടെ കല്ലിടുന്നത്. അത് വേറെ കാര്യം, അത് വേറെ നഷ്ടം. രണ്ടാമത്തെ വിഷയം നമ്മുടെ ഈ മനുഷ്യരുടെ മരണം. മൂന്നാമത്തെ വിഷയം മത്സ്യത്തിന് സംഭവിക്കുന്നു. 10 വർഷം നിങ്ങൾ ആരെങ്കിലും ചാള കുഴിച്ചിട്ട് എത്ര വർഷമായി? നെയ്ച്ചാള കഴിച്ചിട്ട് എത്ര വർഷമായി എന്ന് ഓർത്ത് നോക്ക്. 2018 നമ്മൾ ആരും നെയ്ച്ചാള കഴിച്ചിട്ടില്ല. ഇന്ത്യൻ ഓയിൽ സാഡൻ. ഓയിൽ ഉണ്ടോ നിങ്ങളുടെ? ഇപ്പോൾ വിരൽ വണ്ണത്തിലെ ചാള നമ്മൾ കഴിക്കുന്നത്. ചാളയ്ക്ക് എന്ത് സംഭവിക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ചാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒരു കെട്ടുകഥയല്ല, നമ്മുടെ ലൈഫിൽ ബാധിക്കുന്നു. ഒന്ന്, മത്സ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നു. 2, മനുഷ്യർ അപ്രത്യക്ഷമാകുന്നു. 3, കരയിൽ. വി ആർ ബിറ്റ്വീൻ ഷില്ല ആൻഡ് കാരിബഡി എന്ന് പറയും. ചെകുത്താൻ കടലിലൂടെ മത്സ്യങ്ങളുടെ ജീവിതം. കടലിൻ്റെ പുറത്ത് കരയിൽ നിന്നുള്ള ആക്രമണം നേരിട്ടുണ്ട് മാഷ. നമ്മൾ കരയിൽ നിന്നുള്ള ആരുടെ ആക്രമണം? ബ്ലൂ ഇക്കോണമി. അത് കടലിലെ ആക്രമണമല്ല, അത് മനുഷ്യരുടെ ആക്രമണം, ഭരണാധികാരികളുടെ ആക്രമണം. നമ്മുടെ നാട്ടിലെ നമ്മുടെ മുദ്രാവാക്യം വികസനം. വികസനത്തിൻ്റെ പാടെന്ന് നടക്കാൻ പോണെന്ന് അറിയാമോ? കടപ്പുറത്ത്, കരയിലെ കാര്യം പറയണം, കടപ്പുറത്ത് നടക്കുന്ന അറിയാമോ? ഇപ്പോൾ വിഴിഞ്ഞം, ജക്കാർ എവിടാ? ഗുജറാത്ത്. കാർവാർ കർണാടക, വാടുവാൻ ബോംബെ, കാട്ടുപള്ളി തമിഴ്നാട്, സുവർണരേഖ ഒറീസ, താജ്പൂർ. 7 തുറമുഖങ്ങൾ വന്നിരിക്കുന്നു. 7 സംസ്ഥാനത്ത് 7 പാർട്ടികളാണ് ഭരിക്കുന്നത്. പക്ഷെ ആർക്കാ കൊടുത്ത മുഴുവൻ തുറമുഖങ്ങളും? അദാനിക്ക് കൊടുത്തിരിക്കുകയാണ്. 607 പേജിലായി 7 പുസ്തകങ്ങളായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ബ്ലൂ ഇക്കോണമി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടും? കടപ്പുറത്ത് മനുഷ്യർക്ക് എന്ത് കിട്ടും? കടൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ കടലില്ല, കരയുമില്ല. ഞങ്ങൾക്ക് കരയിൽ എന്തൊക്കെ വികസനത്തിൻ്റെ വലിയ വേലിയേറ്റമാണ്. 7 തുറമുഖങ്ങൾ അത് അദാനിക്ക് കൊടുക്കുന്നു. 12 ദേശീയ കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് സോണുകൾ വരുന്നു. 13 കോസ്റ്റൽ ടൂർ സർക്യൂട്ടുകൾ വരുന്നു. കപ്പൽ പൊളിശാല വരുന്നു. കപ്പൽ നിർമ്മാണശാല വരുന്നു. തുറമുഖങ്ങൾ വരുന്നു. തുറമുഖ റിലേറ്റഡ് സിറ്റികൾ വരുന്നു. കന്യാൻ ഫ്ലൈറ്റ് സ്റ്റേഷൻ വരുന്നു. 2000 കിലോമീറ്റർ ദൂരത്തിലുള്ള ഇന്ത്യയിലെ കോസ്റ്റൽ കോറിഡോർ വരുന്നു. എവിടെ പോകും ഞങ്ങൾ?